അമേരിക്കയെ ഞെട്ടിച്ച് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയതായി അമേരിക്ക സ്ഥിരീകരിച്ചു. ഉത്തര കൊറിയയും സ്ഥിരീകരിച്ചു. ഏറ്റവും പുതിയ മിസൈലാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ എത്താവുന്ന തരത്തിലുള്ള മിസൈലുകൾ വാഷിങ്ടണിനെയും ന്യൂയോർക്കിനെയും തകർത്ത് തരിപ്പണമാക്കാൻ കരുത്തുള്ള മിസൈലുകൾ. ആ മിസൈലുകളുടെ പരീക്ഷണമാണ് ഉത്തര കൊറിയ നടത്തിയിരിക്കുന്നത്. ലോകമെമ്പാടും യുദ്ധഭീതിയിലാണ്. ലോകമെമ്പാടും ഏത് നിമിഷവും യുദ്ധം പടരും എന്ന ആശങ്കയിലാണ്. ഇസ്രായേൽ കാണിച്ച തെണ്ടിത്തരം ലോക മഹായുദ്ധത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഏത് നിമിഷവും ഇറാനിൽ നിന്ന് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകാം. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം രണ്ട് ചേരിയിലായി തിരിയും എന്നുള്ളത് ഉറപ്പാണ്. റഷ്യയ്ക്കൊപ്പം ഒരു ചേരി, അമേരിക്കയ്ക്കൊപ്പം മറ്റൊരു ചേരി, രണ്ട് ചേരിയായി ലോകം മാറും. അതുകൊണ്ട് തന്നെ യുദ്ധത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള കരുത്തും ലോകത്തിനില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനുമേൽ അമേരിക്ക ആറ്റം ബോംബ് തന്നെ പ്രയോഗിച്ചു. ആറ്റം ബോംബിൻ്റെ തീഷ്ണത അന്ന് ലോകം അറിഞ്ഞു. അമേരിക്കയ്ക്ക് ഇപ്പോഴും അതിൽ കുറ്റബോധം ഇല്ല. അന്നത്തെ അമേരിക്കയുടെ ആറ്റം ബോംബ് പരീക്ഷണമാണ് ലോകത്തിലെ വൻ ശക്തികളെ ആറ്റം ബോംബ് പരീക്ഷിക്കാനുള്ള സ്ഥിതിയിൽ എത്തിച്ചത്. ഉത്തര കൊറിയയുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്. ഇറാൻ്റെ കയ്യിൽ അണുവായുധമുണ്ടോ ഇല്ലയോ എന്നവർ ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഇസ്ഫഹാൻ നഗരത്തിൽ ആണവ നിലയങ്ങളുണ്ട്. ആ ആണവ നിലയങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇസ്രായേലിൻ്റെ ഡ്രോണുകളെ, ആക്രമണം നടത്തിയ ഡ്രോണുകളെ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതായും ഇറാൻ പറയുന്നു. അത് ഏകദേശം ശരിയാണ്. ഏകദേശമല്ല, പൂർണ്ണമായും ശരിയാണ്. ഇസ്രായേലിൻ്റെ ഡ്രോണുകളെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി വിട്ടു. ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ എല്ലാം നശിച്ച് നാമാവശേഷമായി മാറി. ഇപ്പോൾ ഉത്തര കൊറിയ ദീർഘദൂര മിസൈൽ പരീക്ഷണം, പുതിയ അവരുടെ മിസൈൽ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. ആ മിസൈൽ പരീക്ഷണത്തിൻ്റെ വിജയം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. വലിയ തിരിച്ചടിയാണ്. അമേരിക്കയുടെ നഗരങ്ങളെ തകർക്കാനുള്ള മിസൈലുകൾ അത് തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉത്തര കൊറിയ തെളിയിച്ചിരിക്കുന്നു. ഉത്തര കൊറിയ ഇറാനെ ആയുധപരമായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പലപ്പോഴും ആരോപിച്ചിരുന്നു. ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടെ അത് ശരിയാണെന്ന് ഹമാസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഉത്തര കൊറിയ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹമാസിന്. അതവർ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ഹമാസിനോടൊപ്പം അവർ നിൽക്കുകയാണ്. എന്തായാലും ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു.